നല്ല ഒന്നാന്തരം മുറുക്കമാമൻ നോക്കി നമ്മൾ ഇന്ന് തൊലിയെ കുലിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കട്ട് ചെയ്തെടുത്ത് വറക്കാൻ പോയി. നല്ല മുട്ടോടത്തൊക്കെ പോലെ ഇരിക്കണം. പിന്നെ ഇത് വിഷം കളഞ്ഞിട്ടുള്ള പാമ്പൊന്നും അല്ലട്ടത്, ആൾക്ക് കടി കിട്ടിയിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഇതേപോലെ ഹാൻഡിൽ ചെയ്തപ്പോൾ. നമ്മൾ പക്ഷേ ഈ വീഡിയോയിൽ റിസ്കി ആയിട്ട് ആൾക്കാരായിട്ട് ഒന്നും കാണിക്കണില്ല. പിന്നെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിൽ പോകണം, അമ്മനെ കാണണമെന്ന്. ഞാൻ തുപ്പിക്കളഞ്ഞോട്ടെ അപ്പൊ തന്നെ വെറുതെ. നെഗറ്റീവ് ആക്കല്ലേ, ഒരു പീസ് കഴിക്കണുള്ളൂ. തായ്ലൻഡിൽ സ്നേക്ക് മീറ്റ് ഭയങ്കര റയറാണ്. ഒരുപാട് തപ്പിടന്നിട്ടാണ് ഈ സ്പോട്ട് കിട്ടിയത്. യൂട്യൂബിൽ നോക്കിയിട്ടില്ല, നമ്മുടെ ട്രാവൽ ഏജന്റിന് പറ്റി 2-3 ദിവസം പല മാർക്കറ്റിലും പോയി അന്വേഷിച്ചാണ് ലാസ്റ്റ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ചേട്ടൻ നമ്മുടെ ഡ്രൈവറെ വൺ പീസ് ഉള്ളി ആയി ഈറ്റ്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദ കുക്കിംഗ്. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവില്ല, ഇവർക്ക് ഇംഗ്ലീഷ് അത്ര ധാരണയുമില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഡ്രൈവർ. ബോഡി ഷേമിംഗ് ആണെന്ന് അറിയാം, എന്നാലും നമുക്ക് ഈ പാമ്പിന് വലിയ ലുക്ക് ഇല്ലാതിരുന്നോണ്ട് നമ്മൾ ആ പാമ്പിനായിട്ട് വേറെ പിന്നെ ഇവന്മാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഗൈസ്. എനിക്ക് അയ്യോ ഞാൻ ഓടിപ്പോയത് ഇങ്ങാടാണ്. ഇവിടെ പാമ്പിനിട്ടൊക്കെയാണ്. നോ നോ ഹാൻഡിൽ വിത്ത് കെയർ. They are very fear. Also me also. Hold. പേടിപ്പിക്കല്ലേ. എനിക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഏറ്റവും കൂടുതൽ പേടി മനുവിനായിരുന്നു. അവനവിടെ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ട്. But it will bite, right? കടിച്ചു കഴിഞ്ഞാ പിന്നെ മറ്റേ നിന്റെ പോലെ പാമ്പിന്റെ പോലെ പല രീതിയിൽ ഇതിനെ കട്ട് ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ ഇഷ്ടം സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് റിലേറ്റഡ് സ്കിൻ റിലേറ്റഡ് സംഭവം ഉണ്ട്, അത് ഞാൻ എൻഡിൽ കാണിക്കണുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഇവിടെ പാമ്പൊന്നും ഇല്ലല്ലേ? It's still moving. ഇത് എപ്പോഴും അങ്ങനെ ഉണ്ട്. ഭയങ്കര തന്നെ. പത്തിയോടത്തി കാണിച്ചു തരാൻ പറയാം. എനിക്ക് താല്പര്യമില്ല, എനിക്ക് എനിക്ക് വീട്ടിൽ പോകണം, അമ്മനെ കാണണമെന്ന്. So you have to chop it like chopping. അല്ല ഇതിന്റെ ചോര തന്നല്ല നമുക്ക്. അപ്പൊ അതില് മറ്റേ സാധനം കൂടി ഇട്ടിട്ടുണ്ടാവൂലേ, അതിന്റെ മറ്റേ ഗട്ട്, മറ്റേ വിഷമുള്ളതും കൂടി. വായൊക്കെ പൊട്ടിയിരിപ്പുണ്ടായിരുന്ന. വേണ്ട, തരണ്ട ചേച്ചി, എനിക്ക് വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു നോ, അത്രേ ഉള്ളൂ. പണ്ടാറീ. ഓ ഇത് ഹൃദയമാണത്, പാമ്പിന്റെ ഹൃദയമാണത്. എന്റെ ഒപ്പം വരാതെ ഇങ്ങനത്തെ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്ന. കണ്ടിട്ടിപ്പോ എന്തിനാണ് എനിക്ക് തോന്നുന്നു. ഈ സംഭവം ഇവര് കട്ട് ചെയ്ത് നല്ല നുറുക്കി തീർക്കണ്ട, നല്ല മുട്ടോടത്തൊക്കെ പോലെ ഇരിക്കണം. ഇറ്റ്സ് ലൈക്ക് എഗ്. പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇനി എന്തെങ്കിലും തെറ്റി പറഞ്ഞിട്ട് വെറുതെ പണി മേടിക്കണ്ടല്ലോ. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കൊടുക്കേണ്ട കാര്യമില്ല, വേറെ ആരും ഉണ്ടാക്കാനൊന്നും പോണില്ലല്ലോ. കുറച്ച് ഉപ്പാണെന്ന്
അതിനിടക്കാണ് കുമാരൻ ഈ മെനു കാണിച്ചു തന്നത്. ഞാനത് കണ്ട് സങ്കടപ്പെട്ടു. കാരണം ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇത്തവണ നമുക്ക് തൽക്കാലം പാമ്പിൽ ഒതുങ്ങാം. പാമ്പിന്റെ ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. ഇവനിങ്ങനെ നോക്കിയിരിക്കണം, നിങ്ങൾ നോക്കണ്ട കേട്ടാ. എൻഡിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇത് മൊത്തം ഇത് തന്നെയാണോ? എന്നാലേ ചലഞ്ച് അക്സെപ്റ്റ് ആവുള്ളൂ. തിന്ന് തീർക്കണം. അതിന്റെ മോൾ ഭാഗമാണ് ചിക്കി പൊരിച്ച് തന്നത്. അത് കൂടാതെ നമുക്ക് ടെയിൽ ഭാഗം ഇതുപോലെ ഫ്രൈ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിന്നാനായിട്ടൊരു മനുഷ്യനല്ലാണ്ട് ജനിക്കണം ഇതിനെ പോലെ. യു ഹാവ് ടു 1 കിലോ ഉള്ള സ്നേക്ക് ആണ് നമ്മൾ എടുത്തത്. അതിന് 700 ബാത്താണ് ആയത്. 700 ബാത്ത് എന്ന് വെച്ചാൽ അറൌണ്ട് ഒരു 2000 റുപ്പീസിന്റെ മുകളിൽ വരും. പിന്നെ ഡ്രൈവറിന് പേയ്മെന്റ് കൊടുത്തു. നല്ല സാധനം, സീരിയസ്ലി. ഈ സാധനം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാല് ഇതിന്റെ ഫ്ലേവറും നല്ലതെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യൻ സ്പൈസസിൽ ഉണ്ടാക്കണം, എന്നാലേ സൂപ്പർ ആവുള്ളൂ അല്ലേ? ഇതിലിപ്പോ ഞാൻ കഴിച്ചത് വെച്ചിട്ട് സ്നേക്കിന്റെ ഈ സാധനമില്ലേ, ഇത് കുറച്ച് മുള്ളിങ്ങനെ, അതാണ് അവര് പരമാവധി ഇതാക്കിയത്. കഴിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് കുറച്ച് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ ഈ സാധനമില്ലേ സീരിയസ്ലി ടേസ്റ്റ് ഉണ്ട്. കമ്പയർ ചെയ്യണമെങ്കിൽ വേറൊരു മീറ്റായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് പാമ്പാ, ഇത് റെപ്റ്റൈലും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കണ്ട അതിന്റെ എല്ലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ മൂടായിട്ടാ ഇനി. Yummy. Let's try it. One. No, bro. Come here. You have to try. You are from Thailand and you have to try it. Come on. എന്റെ പാമ്പില്ലാത്ത എന്താണ് കുടിക്കാൻ? ഐസ് ക്യൂബ്. താങ്ക് യു. ഐസ് ക്യൂബ്. താങ്ക്സ് ഫോർ ദ ഐസ് ക്യൂബ്. ചേട്ടൻ കഴിക്കണ്ട. ഇത് ഞാൻ കഴിച്ചിട്ട് പിന്നെ ഞാൻ തൊട്ടിട്ടില്ല, ടേസ്റ്റ് ഇല്ല. പിന്നെ വെറുതെ എന്തിനാ കഴിക്കണത്? പക്ഷെ ഈ സാധനം അങ്ങനെയല്ല. ഇത് നമുക്ക് ഞാൻ 3ാമത്തെ കഴിക്കണം. വെറുതെ തിന്നൂല്ല. ഉണക്കമീൻ ഒക്കെ കഴിക്കണ ഉണക്കമീൻ്റെ അല്ല, ഒരു രസമുള്ള ടേസ്റ്റ് ഉണ്ട്. കഴിക്കണ്ട. ഒരു ചെറിയ അടി അടിച്ചു നോക്ക്, ഒന്നും സംഭവിക്കാനല്ലോ. ഒരു ഇച്ചിരി കടിച്ച് നോക്കണോണ്ട്. മോട്ടിവേറ്റ് ചെയ്ത് അവസാനം ഒരുത്തനെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചു. കുറച്ചു മുമ്പ് അവിടെ കിടന്ന് ഇളഞ്ഞടന്നിരുന്ന പാമ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, ഇത് ഇഷ്ടപ്പെട്ട എനിക്ക്. ഫ്രൈ അല്ലേ അല്ലേ? ഇത് കഴിക്കണ്ട, ഇത് വലിയ ടേസ്റ്റ് ഇല്ല. ഇതൊരു ചെറിയ പീസ് വേണമെങ്കിൽ ട്രൈ അടിക്കാം. എന്തായാലും ഇവിടം വരെ വന്നാലേ. കഴിച്ചോ? ഉണ്ണിച്ചേട്ടൻ പണ്ട് മറ്റേ ആനപ്പാറയൊക്കെ ഓടി കയറിയുന്ന അഡ്വഞ്ചർ എടുത്ത് ഉണ്ണിച്ചേട്ടനാണ് എനിക്ക് ഓർമ്മ. പോവേണ ഇറങ്ങി. ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചോട്ടെ, ഓ ക്യാൻ യു ഈറ്റ് വൺ പീസ്? സ്മോൾ പീസ്. തായ്ലൻഡുകാരനായിട്ട് നിനക്ക് നാണൂല്ലേടാ ഇങ്ങനെ പറയാനായിട്ട്? നീ ഒരു തായ്ലൻഡുകാരനാണോ? പുള്ളി എന്നോട് ചോദിക്കണേ, ഇന്ത്യയിൽ നിങ്ങൾ ഇതൊക്കെ കഴിക്കാറുണ്ട്, ഇന്ത്യയിൽ ഇതൊക്കെയാണോ ഫുഡ് എന്ന്. ഇന്ത്യ നോ സ്നേക്ക്. ഇന്ത്യൻ ബൈറ്റ്, സ്നേക്ക് ബൈറ്റ്. This is my channel. Follow. That was my dream to eat snake. Okay. ഓൾമോസ്റ്റ് കഴിക്കണമെന്ന് വിചാരിച്ച എല്ലാ സാധനങ്ങളും കഴിച്ച്. ഇനിയും ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ, പുലി. അതുകൊണ്ട് കഴിഞ്ഞാൽ ജീവിതം സഫലം. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്തോ ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ അറിയാലോ പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെ വിളിക്കണത്? വിളിക്കുക, എന്നിട്ട് പാമ്പിന് കിഡ്നാപ്പ് ചെയ്യും, ഇവൻ കൊണ്ടുപോയി ഇവൻ തന്നെ കട്ട് ചെയ്യും. പിന്നെ നാട്ടിലൊന്നും ആരും ട്രൈ ചെയ്യരുത്, ഭയങ്കര റിസ്ക് ആണ് കാര്യങ്ങളൊക്കെ. ആ വീഡിയോ കാണില്ല. അത് ലീഗലല്ല, ലീഗലും അല്ല, കുറെ വിഷയമുണ്ട്. ഇതിനെ പോലെ ഹോട്ടലെല്ലാവരും ഉണ്ടാവണമെന്നില്ല. ഇതിന്റെ ലൊക്കേഷനും എനിക്ക് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് കൊടുക്കാം.
അത് വെച്ചിട്ട് ഇത് കിട്ടണില്ലടാ എന്ന് വെച്ചാൽ തായ് ഭാഷയിലാണ് ലൊക്കേഷൻ ഇംഗ്ലീഷ് ടൈപ്പ് ആയിട്ട് മാപ്പിൽ പോലും കിട്ടണില്ല. ചിക്കന്റെ ടെക്സ്ചർ മുതലയുടെ ഒരു ഇതുണ്ട്, ടേസ്റ്റ് എന്തായാലും ഡിഫറെന്റ് ആണ്. എനിക്ക് ആക്ച്വലി മുതലിനേക്കാളും ഇഷ്ടപ്പെട്ടു. എല്ലിങ്ങനെ കടിച്ചു പറിച്ച് ഇതാണ് അവൻ പറഞ്ഞ ആ വൈനിന്റെ സ്മെല്ലുള്ള സ്നേക്കിന്റെ ബ്ലഡ്. She's sucking the blood out of the snake. ഒരു വൈൻ പോലെ. Is there any problem drinking this? No problem. No problem. Mix it with soda and drink, bro. Can we drink without water? Like we need to add water. One room. എടാ ഞാനിത് തുപ്പിക്കളഞ്ഞോട്ടെ അപ്പൊ തന്നെ വെറുതെ. One drop. എടാ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, എന്തോ ഒരു വൈനൊക്കെ പോലത്തെ ഒരു ചെറിയ. ഇത് കുടിക്കണം നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ആക്ച്വലി നമുക്ക് അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ മീറ്റിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്ന് മാത്രം ഉണ്ടായുള്ള എന്റെ പ്രയോജനം. അതുകൊണ്ടാണ് ഒരു ഡ്രോപ്പ് മാത്രം കുടിച്ചത്. അതുപോലെ തന്നെ സ്കിന്നും ജസ്റ്റ് ഒരു ഡ്രോപ്പ് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ. ഓ സ്കിൻ ഓൾസോ. ഓ they boiled that. Oh then eat. Yes, eat. Skin. แต่เนี้ยต้มชั่วโมงกว่าละ No ഞാൻ എടുത്തോളാം. ഇത് എനിക്ക് കഴിക്കാൻ അത്ര താല്പര്യം തോന്നുന്നുണ്ട്. ഇതൊരു പുഴുങ്ങിയൊക്കെ എടുത്താണ്ടത് ഒരു ലേശം കഴിക്കാൻ ചെറിയ പേടിയും ഉണ്ടായിരുന്നു. പിന്നെ വലിയ ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് പിന്നെ അധികം കഴിക്കാൻ തോന്നില്ല. കഴിച്ച് നോക്കണം എന്നുള്ളവർക്ക് ഇത് പാർട്ട് ഓഫ് ദി പ്ലാൻ ആക്കാൻ എളുപ്പമാണ്. കാരണം ഇത് സഫാരി വേൾഡിന്റെ തൊട്ടടുത്തായിട്ടാണ് വന്നത്. ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ അത് വെച്ചിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ് കിട്ടും. നല്ല പൂവൊക്കെ ഉള്ള നല്ല പാമ്പില്ല. ഇത് നമുക്ക് എല്ലാവർക്കും മൂത്തൊടുക്കണം. പക്ഷെ അവര് വന്നില്ല. അവർക്ക് ഇവിടെ പാമ്പുണ്ടാവുന്ന പേടി. സ്ലോലി 1 സെക്കൻഡ്. പാമ്പിന് ശേഷം പട്ടായ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ എടുക്കാം. അഴിക്കാൻ കൂടെ